നന്ദനാജ്. ഇതെൻ്റെ സെക്കൻഡ് വ്ലോഗാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഡാൻസ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു വ്ലോഗാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ ക്രാഫ്റ്റിനെ കുറിച്ചാണ്. ജസ്റ്റ് ഒരു ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജേർണലിങ് ആണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ജേർണലിങ്ങൊന്നും യൂസ് ചെയ്യുന്നില്ല. വാഷി ടേപ്പ്, ഫെവി സ്റ്റിക്ക്, സിസേഴ്സ്, ഒരു നോട്ട്ബുക്ക്, പിന്നെ കവായി നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഒരു 2-3 ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ കവായി നോട്ട്ബുക്ക്. ചുമ്മാ ബോറടിച്ചപ്പോൾ കുറച്ച് ചാർട്ട് പേപ്പേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചൊന്ന് ചുമ്മാ ഉണ്ടാക്കിയതാണ്. ജേർണലിങ്ങിന് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ പാറ്റേൺ പേപ്പേഴ്സും അങ്ങനെയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. കേട്ടോ, ഇങ്ങനെയായിരുന്നു. ഞാൻ കുറേ അധികമൊന്നും ഉണ്ടാക്കിയില്ല. ടൈം കുറേ ആയിട്ടുണ്ടായിരുന്നു ഇതിൽ ഉണ്ടാക്കാൻ. ഇതെല്ലാം സോ ഈസി ആയിരുന്നു, ഉണ്ടാക്കാനൊക്കെ നല്ല ഈസി ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു ജേർണലിങ് ചെയ്യാൻ പോകുന്നത്. ആദ്യം വേണ്ടത് ഈ ഒരു നോട്ട്ബുക്ക്, പിന്നെ ഒരു കവായിൻ്റെ ഇങ്ങനെ അത് നിങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇത് കവായി നോട്ട്ബുക്ക് നേരത്തെ ആണെങ്കിലും ഉണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ സിസേഴ്സ്, സ്റ്റിക്കി ഫെവി സ്റ്റിക്ക്, കുറച്ച് വാഷി ടേപ്സ് മാത്രം മതി. 1-2 മതി വാഷി ടേപ്സൊക്കെ, അധികമൊന്നും വേണ്ട. ഞാൻ എൻ്റെ കയ്യിൽ ഒരു 6 ഉണ്ടായപ്പോൾ ഞാൻ അത് വെച്ചൊന്ന് ജസ്റ്റ് ഒരു ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഫസ്റ്റ് ഒരു ഡിസൈൻ ചൂസ് ചെയ്യുന്നത് ഈ ഒരു ഡിസൈനാണ്. അതാണ് ഡിസൈൻ. അപ്പം ഞാൻ ഇതാണ് ചൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇത്തിരി ലോങ് ആയിരിക്കും വീഡിയോ, കാരണം നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇച്ചിരി ലോങ് ആണ്. സോ പ്ലീസ് വെയിറ്റ്. ഞാൻ ജേർണലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഈ ഒരു അറ്റം മാത്രം ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടുമോ എനിക്ക് അറിയില്ല. വെറുതെ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തു. അടുത്തത് നമ്മൾ ഈ ഒരു ലൈനിലേക്കാണ് ഒട്ടിക്കുന്നത്. ബുക്ക് ചെറുതായിട്ടൊന്ന് മടങ്ങുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ചെയ്യണമായി ചെയ്യാം. വെറുതെ ഒരു രസത്തിന് വേണ്ടിയാണ് ജേർണലിംഗ് ചെയ്യുന്നത്. എൻ്റെ ഹോബി എന്ന് പറയുന്നത് തന്നെ ക്രാഫ്റ്റാണ്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിട്ടിരിക്കും. ഈ 4 സൈഡും ഒരു വാഷി ടേപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ 4 സൈഡും ഞാൻ ഒട്ടിച്ചു കൊടുക്കുക. ഒരു പേജിൻ്റെ 4 സൈഡ്സും ജസ്റ്റ് ഈ വാഷി ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്യുക. ഫുള്ള് വേണ്ട, ജസ്റ്റ് ഇത് മാത്രം മതി, ഇത്ര മാത്രം മതി. എൻ്റെ അനിയത്തിനെ കണ്ടിട്ടില്ലല്ലോ, അതുവരെ ഞാനിത് ഒട്ടിക്കുന്ന വരെ ഒന്ന് എൻ്റെ അനിയത്തിനെ കാണിച്ചത്. ഇതാണ് എൻ്റെ അനിയത്തി, പേര് നിവേദ്യ എന്നാണ്. അവളുടെ ഹോബി എന്ന് പറയുന്നത് ഡാൻസ് ആണ്. അവളും ചെയ്യാണ്. ഞാനിപ്പോ ഞാൻ ഇപ്പൊ ഒരു ജേർണലിംഗ് ചെയ്യുന്ന പറഞ്ഞാൽ അപ്പൊ ഞാൻ എന്ത് ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിലും അവളും എൻ്റെ അടുത്ത് വന്നിരുന്ന് ചെയ്യും. We are loving sisters. അവളും എന്നെ പോലെ ചെയ്യാണ്. ജസ്റ്റ് അബൌട്ട് ഫൺ. ഇതിൻ്റെ ഇതെവിടെടാ നമ്മൾ എൻ്റെ കുറേ ജേർണലിങ്ങിൻ്റെ ജേർണലിംഗ് അല്ല, ഇപ്പം ഞാൻ കുറേ ഇത് ലോങ് ആയതുകൊണ്ട് തന്നെ ഇത്ര വലിയ വീഡിയോസ് ഇപ്പോൾ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ്, ലൈക്ക് ഒന്നും മറക്കല്ലേ. ടാറ്റാ.